ഇഞ്ചക്കാട മത്തായി ആൻഡ് സൺസ്. ഈ സിനിമ ഓർമ്മയുണ്ടോ? ഉണ്ട്. ഉണ്ട്. ഈ സിനിമയുടെ ശില്പിയാരാണ്? അനിൽ ബാബു. അനിൽ ബാബു. ഇതൊക്കെ കൽപ്പനയുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ സിനിമ ഒരു തുടക്കമായിരുന്നോ അതെയോ? അല്ല, ഞങ്ങൾ ആദ്യം അവരുടെ ഗ്രൂപ്പിൽ അഭിനയിച്ച പോസ്റ്റ് ബോക്സ് നമ്പർ 27. നിങ്ങൾ തമ്മിലുള്ള സൗഹൃദം അവിടെയാണ് മുമ്പിട്ട്? സൗഹൃദം ഇല്ലല്ലോ, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടേ ഇല്ലല്ലോ. ഇല്ല. അങ്ങക്ക് ബാബുജിയോട് ചോദിച്ചാലും അറിയാം. അനിലുമായിട്ട് ഒരു പ്രണയം പോലും ഉണ്ടായില്ല? അങ്ങനെയൊന്നും ഞങ്ങൾ സംസാരിച്ചിട്ടേ ഇല്ല. ഇല്ല, വെറും അറേഞ്ച്ഡ് മാരേജ്. അതെ. മൂപ്പർ അധികം സംസാരിക്കുന്ന പ്രകൃതക്കാരനാണ്. സംസാരിക്കാറില്ല. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ ഇവിടെ ഒരാളുണ്ട്. ഉണ്ട്. അങ്ങനെ വേണം ചേരാൻ. അല്ല, രണ്ടുപേരും സംസാരിക്കാതിരുന്ന ചത്തു കിടന്ന മനുഷ്യൻ പോലും വീട്ടിനകത്ത് കയറത്തില്ലല്ലോ. ആരെങ്കിലും ഒരാളെങ്കിലും മിണ്ടിയാലല്ലേ ആരെങ്കിലും ഒരാളൊരു ആവശ്യത്തിന് ഉതവാൻ വരത്തുള്ളൂ. അതുകൊണ്ടായിരിക്കും അട്രാക്ഷൻ. ഫുൾ ഇതാണല്ലോ. ഞങ്ങൾ കാഴ്ചയിലും ഒക്കെ വേറെ വേറെയാണ്, പക്ഷെ ഒരുപാട് ചേർച്ചകൾ ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ സ്റ്റാർ ഒന്നാണ്, ഞങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നാണ്, ഇയറിന് മാത്രമേ വ്യത്യാസമുള്ളൂ. എല്ലാം നേരെ ഓപ്പോസിറ്റാണ്. ഞാൻ ഫുൾ വെജിറ്റേറിയൻ, പക്ക വെജിറ്റേറിയൻ, പക്ക നോൺ വെജിറ്റേറിയൻ. എൻ്റെ കളർ ഇത്, അദ്ദേഹം അങ്ങനെ. ഞാൻ അടിപൊളി പാട്ടിൻ്റെ ആള്, അത് അസൽ മറ്റേ ഈ ഡെസേർട്ട് അങ്ങനത്തെ സോങ്ങിൻ്റെ ആൾ. ഗസൽ അതും സ്ഥിരം കേൾക്കുന്ന വ്യക്തിത്വമല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് കാര്യത്തിൽ ഞങ്ങൾ തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നു, ഒത്തിരി കാര്യത്തിൽ. പക്ഷെ ഈക്വലായി ഒരുപാട് ചേർച്ചയും ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലായി. ഈ ചേർച്ചകളൊക്കെ ആദ്യകാലത്ത് കണ്ടെത്തി. അതെ. പക്ഷേ പിന്നീട് ആ ചേർച്ചകളൊക്കെ പയ്യെ പയ്യെ അപ്രത്യക്ഷമായി. പയ്യെ അപ്രത്യക്ഷമായതല്ല, ഒരിക്കലും ഇല്ല. ചേർച്ചകളൊക്കെ അതുപോലെ തന്നെയാണ്. ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ശരിയല്ല എന്ന് തോന്നി, അങ്ങനെയുള്ള ഒരു അകൽച്ചയെ വന്നുള്ളൂ. കൽപ്പനയും അനിലും അകന്നു, കൽപ്പനയും അനിലും വേർപിരിച്ചു. ചില റസ്വാരസ്യങ്ങളും ഉണ്ടായി. അനിലും ചില കാര്യങ്ങൾ കൽപ്പനയെക്കുറിച്ച് പറഞ്ഞു. കൽപ്പനയ്ക്ക് ആ ജീവിതം അല്ലെങ്കിൽ ആ ദാമ്പത്യം അവസാനിച്ചതിൽ ഒരു ദുഃഖമുണ്ടോ? തീർച്ചയായിട്ടും. നമ്മളൊരു പൂച്ചയെ വളർത്തിയിട്ട് നമ്മൾ അത് ചത്തുപോയാൽ നമുക്ക് വിഷമമില്ലേ? അതിറങ്ങി പോയാൽ നമുക്ക് ദുഃഖമില്ലേ? ഒരു പൂച്ച, ഒരു വളർത്തു ജീവി പോയാൽ നമുക്ക് ദുഃഖമാണ്. ഒരു കിളി പറന്നു പോയാൽ, ലവ് ബേർഡ് നമ്മൾ വളർത്തുന്നു, ഒരു കിളി പറന്നു പോയാൽ, അപ്പോൾ ബന്ധങ്ങളെന്ന് പറയുന്നത് വലുതല്ലേ? ദുഃഖമില്ലാതെ ഒരിക്കലിരിക്കൂല. ഒരു വ്യാഴവട്ടക്കാരത്തോടും തീർച്ചയായിട്ടും ഒരുമിച്ച് ജീവിച്ച് ഏത് വ്യക്തിക്കും ഉണ്ടാകുന്ന കാര്യമാണ്. ദുഃഖം ഉണ്ടാവും നമുക്ക്, പക്ഷേ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ബട്ടാജി, ആ ഒരു സർട്ടൺ സ്റ്റേജിൽ നമുക്കങ്ങനെ തോന്നി, പിരിഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. കൽപ്പന, ഞാൻ മനസ്സിലാക്കിയത് കൽപ്പനയുടെ സ്വഭാവത്തിൽ കൽപ്പന സ്ട്രഗിൾ ചെയ്തു. എന്താ കാരണം വെച്ചാൽ ഉർവശിയുടെ ഒരു പ്രശ്നം വന്നപ്പോൾ കൽപ്പന എന്നിലൂടെ പറയാൻ ശ്രമിച്ചൊരു കാര്യമുണ്ട്. എന്നോട് വിളിച്ച് സംസാരിച്ചതായി ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും അവൾ അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു കുടുംബത്തെ സംരക്ഷിച്ച് നിർത്തേണ്ട ഒരു ബാധ്യത അവൾക്കുണ്ടായിരുന്നു. അവളെ കുടുംബത്തെ സംരക്ഷിക്കണമായിരുന്നു. പക്ഷെ പിന്നീട് സ്വന്തം ജീവിതത്തിൽ വന്നപ്പോൾ കൽപ്പന അവിടെ പരാജയപ്പെട്ടു. അത് ബട്ടാജി, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യം ചെയ്ത സിനിമകളൊക്കെ അറം പറ്റി. എൻ്റെ ആത്മകഥയിൽ ഞാനത് എഴുതിയിട്ടുണ്ട്. അറം പറ്റിയ പോലായി. നമുക്കത് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു വണ്ടി ഓടിച്ചു പോകുന്നു, ഓപ്പോസിറ്റ് വരുന്ന വണ്ടി നമ്മൾ പോകുന്ന വെയിൽ വരണം എന്നില്ല. അത് ചിലപ്പം പാഞ്ഞു വരുമ്പോഴായിരിക്കും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കൽപ്പന ശ്രമിച്ചു, കുടുംബത്തെ ഒരുപാട് ശ്രമിച്ചു ബട്ടാസി. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരാളിനെ കുറേ നാൾ കഴിഞ്ഞ് 10-17 കൊല്ലം ഒരുമിച്ച് ജീവിച്ചിട്ട് അയാൾ ശരിയല്ല എന്ന് പറഞ്ഞതിൻ്റെ പേര് വേറെയാണ്. കാരണം ഈ കൂടെ ജീവിച്ച കാലമൊക്കെ നല്ല പേഴ്സണായിരുന്നു. ഏതോ ഇങ്ങനെ അറ്റം പറ്റി, നമ്മൾ കഴിച്ച് വന്ന് ലാസ്റ്റ് കഴിക്കാൻ നേരത്താണ് അതിലൊരു പുഴു കിടക്കുന്നു എന്ന് പറയുന്ന പോലെ തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറ്റപ്പെടുത്താൻ, ഞാൻ മറ്റൊരു വ്യക്തിയെ ഞാൻ കുറ്റപ്പെടുത്തുന്ന ആളല്ല. അപ്പം പിന്നെ കർമ്മം എന്നേ പറയാൻ പറ്റൂ. അങ്ങനെ തന്നെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കൽപ്പന കരഞ്ഞോ? കരയാത്ത കൽപ്പന ഒരിക്കലും കരഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ കരച്ചിൽ മൊത്തം അമ്മയുടെ മുമ്പിലാണ്. ഞാൻ പറഞ്ഞല്ലോ അങ്ങയോട്, എനിക്ക് കരച്ചിലല്ല വരുന്ന ബട്ടാസി. അതെന്താണെന്നറിയില്ല, ഈ നെഞ്ചിങ്ങനെ വിങ്ങിയിട്ട് നമ്മുടെ ഈ തുണിയൊക്കെ നമ്മൾ നനച്ച് പിഴിയില്ലേ, ആ ഒരു ഫീൽ ഇവിടെ വരും. അത് ഈ പിള്ളേരൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ബേസിക് എൻ്റെ ദുഃഖം അങ്ങനെയാണ്. എനിക്ക് കരയാം. എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഒരു വ്യക്തിയുടെ മുമ്പിൽ കരയരുത്. പൂജാമുറി കരയാം, നിങ്ങളുടെ അമ്മയുടെ മുമ്പിൽ കരയാം, എൻ്റെ മുമ്പിൽ പോലും കരയും. അമ്മയുടെ മുമ്പിൽ കരയും ഞാൻ. പിന്നെ ആ സമയത്ത് പിന്നെ എനിക്ക് തോന്നി അമ്മയും കൂടെ വേദനിപ്പിക്കുന്നത് എന്തിനാന്ന് തോന്നി. അപ്പം നാമം ജപിക്കും. അപ്പം സമയം കിട്ടുമ്പോൾ നാമം ജപിക്കാറുണ്ട്. ആ സമയത്ത് പറഞ്ഞ് സങ്കടപ്പെട്ടിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. അല്ലാതെ ഞാൻ ആരുടെ മുമ്പിലും എനിക്ക് കരയാൻ ഇഷ്ടവുമല്ല. മാസികകളിലും പത്രങ്ങളിലും വന്നതായി കൊണ്ട് മാത്രം ഞാൻ ചോദിക്കുന്നതാണ്. കൽപ്പനയ്ക്കെതിരെ ഒരു വലിയൊരു പ്രസ്താവനകൾ അദ്ദേഹം നടത്തി, അഭിമുഖം നടത്തി, ഏതൊക്കെ വാരികയിൽ പറഞ്ഞു, എനിക്ക് കൽപ്പന മരണത്തേക്കാൾ ഭയമാണ് കൽപ്പനയെ. ആയിരിക്കാം. ഒരാളൊരു മോശമായിട്ടൊരു നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ചെയ്യുമ്പോൾ ചോദ്യം ചെയ്യുന്നത് യൂഷ്വൽ അല്ലേ? ഇല്ലേ? ചോദ്യം ചെയ്യാറില്ലേ? എന്നെ ഇപ്പം നമുക്കെതിരെ എന്തെങ്കിലും ഒന്ന് വന്നാൽ അത് ആരായാലും എന്ത് പറ്റി, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുന്നത് യൂഷ്വലാണ്. ഞാൻ ആശുപത്രി കിടന്നപ്പോൾ തിരിഞ്ഞു നോക്കിയില്ല, അതൊക്കെ വിട്ടാ അനിൽ പറയുന്നു. ആയിരിക്കാം.
അത് മിട്ടാജി അതിൻ്റെ ആ രീതിയിലൊക്കെ നമ്മളിപ്പോൾ രാമായണം അല്ലെങ്കിൽ നമ്മൾ മഹാഭാരതം എടുക്കുമ്പോൾ തുടക്കത്തിലേ നമ്മൾ തുടങ്ങി കഥകളും ഉപകഥകളും ഒക്കെ ആയിട്ട് ഒത്തിരി നീളുമ്പോഴാണ് മഹാഭാരതമാവുന്നത്. മഹാഭാരതമാവാൻ എനിക്ക് താല്പര്യമില്ല. ഒരു പാഠം മതി എൻ്റെ ലൈഫ്, ഒറ്റയേട് ഗാന്ധി, അത് മാത്രം പിടിച്ചാൽ അദ്ദേഹം പറഞ്ഞോട്ടെ അത്രയ്ക്കല്ലേ അദ്ദേഹം പറഞ്ഞു. കൽപ്പനയെ കുറിച്ചുള്ള മതിപ്പെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വന്നപ്പോൾ ഞാൻ കൽപ്പന എന്നുള്ള ഒരു വ്യക്തിയെ ഞാൻ ഒരു അനാട്ടമി നടത്തുകയാണെങ്കിൽ എനിക്കുള്ളൊരു മതിപ്പിൻ്റെ ഒരു ഘടകം അദ്ദേഹം ഇത്രത്തോളം നീണ്ട ഒരു അഭിമുഖം ഈ ആരോപണങ്ങളൊക്കെ വെച്ചുകൊണ്ട് അത് എല്ലായിടത്തും ഒരുപാട് പേര് വായിറ്റ്സ് ആണ്. അതായത് കോടമ്പക്ക സംസ്കാരമാണ് കൽപ്പനയ്ക്ക്, അമ്മയുടെ തടവറയിലാണ്, പിന്നീട് തിരിച്ചറിയും, എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ ഇങ്ങനെ വെച്ചെങ്കിൽ പോലും അതേ അനിലെന്ന് പറഞ്ഞ എനിക്കെതിരെ ആക്ഷേപങ്ങൾ പറഞ്ഞു പരത്തി എന്ന് പറഞ്ഞെങ്കിൽ പോലും കൽപ്പന ഒരു വാചകം പോലും അദ്ദേഹത്തിനെതിരെ പറഞ്ഞുകൂടാ. ബ്രിട്ടാസി വേണമെങ്കിൽ കൽപ്പനയ്ക്ക് അദ്ദേഹത്തിന് ഉണ്ടാകാം, മറ്റേ ഉണ്ടാകാം, വേറെ ബന്ധങ്ങളുണ്ട്, ബാംഗ്ലൂർ ബന്ധങ്ങളുണ്ടെന്നൊക്കെ വേണം പറഞ്ഞു ഇല്ലാത്തതും പറയാം ബ്രിട്ടാസി, നമുക്ക് അങ്ങനെയൊക്കെ പറയാം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ പൊതുവേ ബേസിക് ഞങ്ങളെ പഠിപ്പിച്ച കാര്യത്തിൽ എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു, അങ്ങേക്കിപ്പോൾ ഇൻഡസ്ട്രി ചോദിച്ചാൽ അറിയാം, ആരെക്കുറിച്ച് ഞങ്ങൾ പ്രദൂഷണം പറയാറില്ല, കുറ്റം പറയാറില്ല. ഇപ്പോൾ ഒരാളൊരു കാര്യം പറഞ്ഞു കേട്ടോണ്ട് നിൽക്കുക, തലയാട്ടുക, അഭിപ്രായം പറയരുത്. അതല്ലാതെ മറ്റൊരു വ്യക്തിയെ പറയാത്ത ഞാനാണോ 16 വർഷത്തെ ബന്ധമുള്ള അദ്ദേഹത്തിനെ കുറിച്ച് പറയണേ? എൻ്റെ കുട്ടിയുടെ അച്ഛനാണ് അദ്ദേഹം, എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണ്. കൽപ്പന ഇനി ക്ഷമിക്കാൻ തയ്യാറാണ്? ഞാനോ? എനിക്ക് ക്ഷമയുണ്ട്, ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്, എനിക്ക് ക്ഷമയുണ്ട് ബ്രിട്ടാജി. ഞാൻ അങ്ങയോട് പറഞ്ഞല്ലോ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു സമയദോഷം നമുക്ക് വന്നപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഒരാൾ പറഞ്ഞു, നിങ്ങൾ രണ്ടും അത്തക്കാരാണ്, അപ്പോൾ രണ്ടുപേർക്കും 7 ശനിയാണ്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പിരിയാൻ ചാൻസ് ഉണ്ടെന്ന് ഞങ്ങൾ രണ്ടുപേർക്കും ഒരു വ്യക്തി പറഞ്ഞു, വലിയ ജോത്സ്യൻ. അപ്പോൾ അത്ത നക്ഷത്രമാണ് ഇങ്ങനെയൊക്കെ മോശം. അപ്പോൾ അപ്പോഴും ഞാൻ ചിന്തിക്കുന്നില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിന്തിച്ചിട്ടില്ല. കർമ്മമാവാം ബ്രിട്ടാസ്ജി. ഇതിൽ ആരെയും അദ്ദേഹത്തിനെ പഴിക്കാനോ വേറൊരാളെ പഴിക്കാനോ ഞാൻ തയ്യാറല്ല. കൽപ്പനയ്ക്ക് ഇപ്പോൾ റിഗ്രറ്റ് ഇല്ല, ഒരു ഖേദമൊന്നുമില്ല. എനിക്ക് ഖേദമില്ല ബ്രിട്ടാസ്ജി. ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റിനെ നമ്മൾ